RR സിനിമയിലെ ഒരു ചെറിയൊരു ആണത്. ഏകദേശം 1650 വർഷത്തെ പഴക്കം ഈ കിണറിനുണ്ട്. കണ്ടല്ലോ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡുള്ള ബേക്കൽ കോട്ടയിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഈ കോട്ടയുടെ എന്താണ് പ്രത്യേകത, നമുക്ക് കോട്ടയ്ക്കകത്ത് കയറി തന്നെ പോയി നോക്കാം. പോകാം കോട്ടയ്ക്കകത്തോട്ട്. ഇപ്പോൾ ഞങ്ങൾ കോട്ടയ്ക്കകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തൂടെ കയറുമ്പോൾ എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് അറിയത്തില്ല. അങ്ങോട്ട് പോയാൽ മാത്രമേ അറിയാൻ പറ്റൂ എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന്. കണ്ടല്ലോ. കാസർഗോഡ് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ബേക്കൽ കോട്ട. ഇവിടെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഇരിക്കും. നമുക്കിവിടെ പാസ് ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറാം. കണ്ടല്ലോ, ഇതാണ് എൻട്രി പോയിൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഏകദേശം 1650 വർഷമാണ് ഈ ബേക്കൽ കോട്ട ഇവിടെ സ്ഥിതി ചെയ്തത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തോട്ട് പോയി നോക്കാം എങ്ങനെയാണ്. എനിക്കിപ്പോഴും പല ആൾക്കാരോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഈ ഒരു കോട്ട. ഇതിൻ്റെ എൻട്രി കണ്ടല്ലോ നിങ്ങൾ. നമുക്ക് ഈ കോട്ട കറങ്ങി കാണാൻ ഏകദേശം 2 മണിക്കൂറെങ്കിലും വേണം ഈ കോട്ട കറങ്ങി കാണാൻ. പക്ഷേ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതൊന്ന് കറങ്ങി കാണുകയാണ്. അപ്പോൾ ഈ കല്ലിന് ഏകദേശം 1650 വർഷം പഴക്കമുണ്ട്. ആ സമയത്ത് ആണ് ഇത് ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചതാണ് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ, എത്ര വർഷത്തെ പഴക്കമെന്ന് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പം ഇവിടെ ഒരു കടലുണ്ടെന്ന് തോന്നണം. പറയാം മുന്നോട്ട് പോകുമ്പോൾ കാണാം എങ്ങനെയാണ് ഇവിടുത്തെ വ്യൂ എന്ന്. കണ്ടില്ലേ, കോട്ടയ്ക്കകത്തുള്ള ഓരോ ഇടവഴികളും വ്യത്യസ്തമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതും ഈ ചെങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്തമായി. ഇത് കറങ്ങി കാണാൻ തന്നെ ഏകദേശം 1 മണിക്കൂറെങ്കിലും വേണം ഈ കോട്ടയ്ക്കകത്ത് കറങ്ങി കാണാൻ വേണ്ടി. കണ്ടില്ലേ, ഒരുപാട് കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണെങ്കിലും ഇപ്പോഴും ഇവിടുത്തെ ഈ കോട്ടയിൽ വലിയ പുല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരിപ്പോഴും അതിൻ്റേതായ തനിമയിൽ സൂക്ഷിക്കുന്നുണ്ട്. ഏകദേശം എത്ര ഏക്കറാണെന്ന് അറിയത്തില്ല, ഞാനത് ചോദിച്ചില്ല. നമുക്കത് പോയിട്ട് ചോദിക്കാം എത്ര ഏക്കറാണെന്ന്. എങ്കിലും ഇവിടുത്തെ ആ ഒരു കോട്ടയുടെ പഴക്കം നമുക്ക് ഈ കല്ലുകൾ കാണുമ്പോൾ തന്നെ അറിയാം കോട്ടയ്ക്ക് എത്ര പഴക്കമുണ്ടെന്ന്. ഈ കോട്ടയ്ക്കകത്ത് കയറണമെങ്കിൽ 25 രൂപ എൻട്രിയാണ് നമുക്ക് ഒരാൾക്ക് വേണ്ടത്. ക്യാമറയ്ക്ക് അഡീഷണൽ, ഡിജിറ്റൽ ക്യാമറയ്ക്ക് അഡീഷണൽ എമൗണ്ട് വരുന്നത്. മൊബൈൽ ക്യാമറയ്ക്ക് കുഴപ്പമില്ല. പിന്നെ പാർക്കിങ്ങിന് 10 നമ്മുടെ ഈ ടൂറിസ്റ്റ് പ്ലേസുകളിലെ ഒരു ക്യാഷ് വാങ്ങുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അവിടെയുള്ള ആൾക്കാർക്കുള്ള ഇതുകൊണ്ടായിരിക്കാം, അറിയത്തില്ല. അവർ ക്യാഷ് ചെറിയൊരു എമൗണ്ടാണ്. ചിലയിടത്തൊക്കെ ആണെങ്കിൽ നല്ലൊരു എമൗണ്ട് വാങ്ങിച്ചിട്ട് പക്ഷേ നമുക്ക് ആ വിഷ്വലൊന്നും എടുക്കാൻ പറ്റത്തില്ല. ആ ഒരു വിഷമം ചിലയിടത്തൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കടൽ കാണാൻ പറ്റുമെന്നാണ് പറയാം. നമുക്ക് കടലിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം കടലിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാർ വരുമ്പോൾ ആക്രമിക്കാൻ വേണ്ടിയാണ് ഈ കോട്ട നിർമ്മിച്ചത്. അങ്ങനെ എന്തൊക്കെ കുറേ ഐതിഹ്യങ്ങളിൻ്റെ ബാക്കിലുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ കോട്ട മൊത്തം കറങ്ങി കാണാൻ വേണ്ടി നല്ല സമയമെടുക്കും. ഇവിടെ നോക്കുമ്പോൾ കടലിൻ്റെ ഒരു കിടിലൻ സീനറി കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കടലിൻ്റെ സീനറി കാണാൻ വേണ്ടി ഇവിടെ തന്നെ നോക്കാം. ഇതിൽ നോക്കുമ്പോൾ കടലിൻ്റെ സീനറിയാണ്. കണ്ടില്ലേ, ഇവിടെ നിന്നാണ് നുഴഞ്ഞുകയറ്റക്കാരെ അവർ അറ്റാക്ക് ചെയ്ത സ്ഥലം. ഇവിടെ നിന്ന് കടലിൻ്റെ ആ സീനറി കാണാമല്ലോ. അപ്പം ഇത് നമുക്ക് വേറെ സീനറി ഉണ്ട്, നമുക്കത് അങ്ങോട്ട് തന്നെ പോയി കാണാം. ഏകദേശം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ ഒരു കോട്ട കണ്ടില്ലേ, ഓരോ സൈഡിലും ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി അവർ ഓരോ ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. എന്തിനാണ് അവർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അറിയത്തില്ല. കണ്ടല്ലോ, ഈ ബേക്കൽ കോട്ടയുടെ ടോട്ടൽ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് ഏകദേശം അങ്ങ് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞ് കാണുന്ന ആ ഒരു സ്ഥലത്ത് പോയി നമുക്ക് ടോട്ടൽ കടലിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നിന്ന് എത്രയും ദൂരം നടക്കാൻ നല്ല ദൂരമുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഞാനതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. കോട്ടയുടെ വാതിൽ കണ്ടല്ലോ. ഇതൊരു ചെടിച്ചട്ടിയാണ്. ഏകദേശം നല്ലൊരു 10, 100, 200, 5000 വർഷം പഴക്കമുള്ള ചെടിച്ചട്ടിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ കോട്ടയ്ക്ക് സൈഡിലുള്ള വിഷയങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് കോട്ടയ്ക്ക് അകത്തുള്ള എന്തൊക്കെയാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാൻ. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്. ഈ ഒരു ഫീരങ്കി അങ്ങനെ എന്തെങ്കിലും വെച്ച് അറ്റാക്ക് ചെയ്യുന്നൊരു ചെറിയ ഗുഹയാണെന്ന് തോന്നുന്നു. ചെറിയൊരു ഏരിയയാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴും ഞങ്ങൾക്ക് ഏകദേശം കടലിൻ്റെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. കണ്ടല്ലോ, അപ്പോൾ ഇതിലേ കറങ്ങി പോകണം അത്രയും ദൂരം നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ കടൽ അത്രയ്ക്കൊരു കിടിലൻ വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണുന്നത്. കണ്ടല്ലോ, കോട്ടയ്ക്കകത്തുള്ള വ്യൂ. അപ്പോൾ ഇതെന്താണെന്ന് പലർക്കും അറിയാമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ RR സിനിമയിലെ ഒരു ചെറിയൊരു പേര് മറന്നുവല്ലോ,
ചെറിയൊരു ഇത് ഗുഹയാണ് എന്ന് വെച്ചാൽ ആൾക്കാരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്ന ഗുഹയാണ്. അപ്പോൾ ഇതിൽ ആൾക്കാരൊന്ന് കൈയും കാലും അതിനകത്ത് കിടത്തി അങ്ങനെ എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. നമുക്ക് കോട്ടയ്ക്ക് മുകളിലൊരു എൻട്രൻസ് നമുക്ക് പോകാം. അവിടെയാണ് കറക്റ്റ് കോട്ടയ്ക്കകത്തുള്ള വ്യൂ വരുന്നത്. അവിടെ ഇപ്പോൾ കോട്ടയുടെ മുകളിലോട്ട് കയറാൻ പോവാണ്. ഇതിൽ നമുക്ക് കയറിക്കഴിഞ്ഞാൽ ടോട്ടൽ കടൽ കാണാൻ പറ്റും. ഇപ്പോൾ കടലിൽ നിന്ന് വരെ അറ്റാക്ക് വരെ പല ആൾക്കാരുടെ യുദ്ധങ്ങൾക്ക് വേണ്ടിയാണ് ഈ കോട്ട നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അറിയാം. കോട്ടയുടെ മറ്റൊരു വ്യൂവിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും യുദ്ധം ചെയ്യാനുള്ള അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കോട്ടയ്ക്ക് വേറൊരു സൈഡാണ്, കണ്ടല്ലോ. ബേക്കൽ കോട്ട. നമുക്ക് അവിടുത്തെ ഒരു വീഡിയോ എടുത്ത് നമുക്ക് എൻട്രൻസിലോട്ട് പോകാം. കാര്യം ഇത് കോട്ട കറങ്ങിയാണ് വരുന്നത്. ഏകദേശം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കറങ്ങി വരാൻ വേണ്ടി. അപ്പോൾ അവിടെ പോയി അവിടുത്തെ ആ ഒരു ബീച്ചിൻ്റെ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ ഇത് കാസർഗോഡുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് നിങ്ങൾ കാണുന്നത്. അത് ഓപ്പണായി തുടങ്ങിയില്ല ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അപ്പോൾ അങ്ങോട്ട് പോയ സമയത്ത് എങ്ങനെയാണെന്ന് അവിടെ പോയാൽ അറിയാൻ പറ്റത്തുള്ളൂ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ എൻട്രൻസ് തൊട്ട് മറ്റേ എൻട്രൻസ് വരെ ഏകദേശം നല്ല ദൂരമുണ്ട് കറങ്ങി കിടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. എത്ര കറങ്ങാറുണ്ടെന്ന് അറിയത്തില്ല. കറങ്ങി എത്തുമ്പോഴും നേരമാകും. എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. ഈ കോട്ടയ്ക്കകത്ത് കയറുന്ന വലിയൊരു ചെറിയ കോട്ടയാണിത്. ഇതിനകത്ത് കയറുന്ന എൻട്രൻസ് എന്ന് പറയുമ്പോൾ ടോട്ടല് കടലിൻ്റെ ഒരു 3/4 ഭാഗം നമുക്ക് കാണാൻ പറ്റും, കണ്ടല്ലോ. പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ യുദ്ധമൊക്കെ ചെയ്യാൻ പറ്റുന്ന കിട്ടുന്ന സ്പോട്ടാണ് ഇത്. ഇപ്പോൾ ഈ കാണുന്ന കോട്ടയുടെ മുകൾ ഭാഗം കണ്ടല്ലോ, ഇത് കോട്ടയുടെ മുകൾ ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ ഈ കോട്ടയുടെ മുകളിൽ എൻട്രൻസ് ഉണ്ട്, ആ എൻട്രൻസിലോട്ട് പോവാം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കോട്ടയുടെ ചുറ്റുമുള്ള ആ ഒരു വിഷ്വൽ എങ്ങനെയാണെന്ന്. ഇപ്പോൾ കോട്ടയുടെ വലിയ കോട്ടയിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ കോട്ടയുടെ എൻട്രൻസിലുള്ള ചെറിയ ചെറിയ കോട്ടകളൊക്കെ കാണാൻ പറ്റും. ചെറിയൊരു എൻട്രൻസ് എന്ന് പറയണത് കണ്ടല്ലോ. അപ്പോൾ ഒരു കുളമുണ്ട്, കുളിക്കുന്നൊരു കുളമുണ്ട്. നമുക്ക് ആ കുളം കൂടെ പോയി കാണാം. അത് താഴെ പേരെ കുളം കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ആ കിണർ. നമുക്ക് കിണറിൻ്റെ എൻട്രൻസ് നമുക്കിതാണ് കിണറിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നടന്നിറങ്ങി കുളിക്കാൻ പറ്റുന്ന കിണറാണിത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഒരു കിണറുണ്ടത്. ഇതാണ് ആ ബേക്കൽ കോട്ടയിലെ കിണർ. ഒരിക്കലും പറ്റാത്ത ഒരു കിണറാണത്. ഏകദേശം 1650 വർഷത്തെ പഴക്കം ഈ കിണറിനുണ്ട്. കണ്ടല്ലോ, കിണർ ഇറങ്ങിയാണ് കുളിക്കേണ്ടത്. നല്ല താഴ്ചയുള്ള കിണറാണ്, കണ്ടല്ലോ കോട്ടയുടെ അടുത്തുള്ള കിണർ. ഇതാണ് കോട്ടയുടെ ടോട്ടൽ വ്യൂ. നമുക്ക് ഇപ്പം കോട്ടയുടെ വിഷ്വൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.